ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഏകദേശം 3 വർഷമായി ഈ ചാനലിൽ ഒരു വ്ലോഗ് ഇട്ടിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. നമ്മൾ ഷോർട്സിലോട്ട് അങ്ങ് മാറിപ്പോയി. അപ്പോൾ വിചാരിച്ചു കുറച്ച് വ്ലോഗുകളൊക്കെ ഇടാം, കുറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങളെയും കൂടെ അതൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട് കാണും എന്താണ് സംഭവം. നമ്മൾ അടുക്കളയിൽ പാചകമാണ്, അത് നെവർ മൈൻഡ്. അപ്പോൾ ഇന്നത്തെ തമ്മിൽ കണ്ട കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതും എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്നാണ്. എൻ്റെ ലൈഫിൽ കിട്ടിയ മോസ്റ്റ് എക്സ്പെൻസീവ് ഗിഫ്റ്റിലൊന്നാണ്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്. നോക്കി, ഇതാണ് സാധനം. കൊളാം, കിടില സാധനം, കാണിച്ചു തരാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ പെട്ടി. കിടിലായിട്ടാണ് ഗൈസ്. ഇത് നമ്മുടെ ഇതാണ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ 4 വീൽ ഡ്രൈവാണ്. ഏകദേശം 70 കിലോമീറ്റർ മേളിൽ ഇതിന് പോകും കേട്ടോ. പക്ഷേ ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതാണ് ഇൻ്റർഫേസ്. പക്ഷേ ഇത് എംറ്റി ആണ്, ഫുൾ കാലിയാണ്. കാരണം സാധനം ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്, ഇത് 4 വീൽ ഡ്രൈവ് ആണ്. മാത്രമല്ല ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഏകദേശം 1500 mAh ആണ്. 7.4 വോൾട്ടാണ്. പറക്കും കേട്ടോ സംഭവം, പറക്കും. നിങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് റിമോട്ട്. ഇതിനകത്തൊരു 3 AA ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം സ്മൂത്താണ്. ഇതിനകത്ത് കുറേ കൺട്രോൾസ് ഉണ്ട്, ഓൺ ഓഫ് ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെത്, മറ്റേത് സ്പീഡും കാര്യങ്ങളും. ഇവിടെയാണ് എൻ്റെ പവർ. ഇതിൻ്റെ ഹൈ ഉണ്ട്, മീഡിയം ഉണ്ട്, ലോ ഉണ്ട്. ലോ ആണ് ഞാൻ ഓടിക്കാൻ കംഫർട്ടബിൾ. ഹൈ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഒരു പറക്കും. കാണിച്ചു തരാം. നമുക്ക് ആദ്യം നമ്മുടെ ബാറ്ററി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ച് കൊടുക്കുക. ഈ റെഡും തമ്മിൽ കണക്ട് ചെയ്താൽ ഇതിനകത്ത് പവർ വരും. ആദ്യം നമുക്ക് ഈ ക്ലിപ്പ് എടുത്തിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബാറ്ററി ഊരിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതും കണക്ട് ചെയ്തു. അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സംഭവം നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ഈ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. വണ്ടി ഓണായി. വണ്ടിയുടെ ഫ്രണ്ട് ലൈറ്റും കത്തി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഈ പവർ ലോ ആണല്ലോ, അല്ല പറക്കും. പറക്കുന്ന വണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ അധികം ഇവിട്ട് കാണിക്കുന്നില്ല. ബാക്കി നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ 4 പിൻസും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. വണ്ടി ഇനി സെറ്റാണ്, ഓടാൻ റെഡിയാണ്. വണ്ടി ഇത്ര ഹൈറ്റിലല്ല ഇരിക്കുന്നത്. ഇവിടുന്ന് ചാടിയാലും ഒരു കുഴപ്പമില്ല. കണ്ടോ, വണ്ടി വീണാലും ഇടിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല, പറക്കും. കണ്ടോ, ഇനി നമുക്ക് ഹൈ പവറിലോട്ട് പോകാം. ഇവിടെ മീഡിയം ഉണ്ട്, ഹൈ ഇട്ട് കഴിഞ്ഞാൽ പാറ പറക്കും. ഇതാണ് നമ്മുടെ ഹൈ പവർ. ഓക്കെ, ഹൈ പവർ ഇട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കറക്റ്റ് കാണിച്ചു തരാം. കാർ എന്തായാലും കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് വാങ്ങിച്ചു തന്ന ആളെയും കൂടെ ഒന്ന് വിളിക്കാം. മേഡം അടുക്കളയിൽ എന്തോ പണിയിലാണ്, ഞാൻ വിളിച്ചിട്ട് പോരാൻ. ഭയങ്കര ഗൗരവം. എന്തായാലും ഇപ്പോൾ കയറി വരും. മേഡം ആണ് നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നത്. മേഡം, അപ്പം ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു തരാനുള്ള ഒരു സന്ദർഭം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നത്? മൈക്ക് തരാവേ. ഇത് വ്ളോഗ്. മാഡം പറയുന്നത് മാഡത്തിൻ്റെ ചിക്കൻ കറി കൊള്ളാവുന്നതാണ്. അപ്പം ഈ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു തരാനുള്ള സാഹചര്യങ്ങൾ എന്താണ്? സാഹചര്യം, ഒന്നാമത്തെ കാര്യം, എനിക്ക് ഷർട്ടും ഇതൊക്കെ വാങ്ങിച്ചൊന്ന് മടുത്ത് അങ്ങനെ കൊണ്ടല്ലോ. അപ്പൊ ഞാൻ നോക്കി, നീ വിഷ്ണുന്റെ വീട്ടിൽ പോയപ്പോ ഈ കാർ ഓടിച്ചു നോക്കിയല്ലോ. അപ്പൊ എനിക്ക് തോന്നി നിനക്ക് അത് ഇഷ്ടമുണ്ടല്ലോ, നീ ഓടിച്ചു നോക്കിയത്. ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നത്. അപ്പം നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, നല്ല പിള്ളേർ. അപ്പം വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പം ചിക്കൻ കറി വെച്ചിട്ട് വെച്ച് ഓക്കെ. ഈ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു എൻ്റെ കുട്ടികൾ ഇതുവരെ കുട്ടികളി മാറിയിട്ടില്ല എന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, കുട്ടികളി മാറാത്ത കുറച്ച് ഐറ്റംസും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടേ ഇത്
പോർഷയുടെ 2 വണ്ടികളാണ്. ഇതും പോർഷയാണ്, ഇതും പോർഷയാണ്. ഇതിൻ്റെ പേര് എന്നാണ്? അതിൻ്റെ പേര് പോർഷെ 356B ആണിതിൻ്റെ മോഡൽ നെയിം. അതുപോലെ ഇത് നമ്മുടെ GT2 RS. പിന്നെ കുറച്ച് ഹോട്ട് വീൽസ് കുറച്ചധികം കളക്ഷൻ ഉണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷൻ ഉണ്ട്. ഇതിപ്പം ഞാനിവിടെ എക്സ്ട്രാ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു കുറച്ച് സെറ്റാണ്. ഇത് എൻ്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ളൊരു സെറ്റാണ്. പിന്നെ എൻ്റെ വേറൊരു സാധനമാണ് ഇതും വൈഫിൻ്റെ വക ഗിഫ്റ്റാണ്. ഇതിൻ്റെയും വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് 1000 ലൈക്കിന് മേളിൽ കിട്ടുവാണെങ്കിൽ ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കൊരാൾക്ക് വേണ്ടിയിട്ട് ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. വരുന്ന വീഡിയോകൾ ബാക്കിയുള്ളതും കൂടെ തരാമെന്നായിരിക്കും. കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു മെയിൻ ഐറ്റമാണ് എൻ്റെ PC. അത്യാവശ്യം ഒരു ഭീകരം PC ആണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് 100 ലൈക്ക് കിട്ടുകയാണെങ്കിൽ അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയ കാറുകൾ മാത്രമേ ഉള്ളതെന്ന് ചോദിക്കുന്നവർക്ക് ഒരു വലിയ കാറും കൂടെ ഉണ്ട്. ഇത് മാരുതിയുടെ 800 ആണ്. അത്യാവശ്യം മോഡിഫൈഡ് ആണ്. എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഞാൻ തന്നെ മോഡിഫൈ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, അതുപോലെ തന്നെ റൂഫ്, കാര്യങ്ങൾ, ലൈറ്റ് എല്ലാം ഞാൻ തന്നെ കസ്റ്റം ചെയ്തതാണ്. അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാനത് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനിയും കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. കാരണം വ്ളോഗ്സ് നമ്മൾ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. വ്ളോഗ്സും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് സർപ്രൈസുകളും വരുന്നുണ്ട്. അതും നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. അണ്ണൻ വാഴ.